ഒരു കമ്പനി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇന്ന ടൂൾ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അറിഞ്ഞു അതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് എടുക്കുന്നു. അതൊരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാണ്ടാണത് എടുക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കമ്പനീസ് ഒരു ടൂൾ എടുക്കുന്ന ഇപ്പം AI ടൂളുകളാണെങ്കിൽ AI ടൂളിൻ്റെതാണ് ഉദ്ദേശിച്ചത്. AI ടൂളുകളാണെങ്കിൽ ഇപ്പം AI യൂസ് ചെയ്യുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പം ChatGPT പോലുള്ള ചാറ്റ് ബോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ജെമിനായി. ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ കുട്ടിക്ക് പോലും ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാൻ ഏകദേശം അറിയാവുന്ന ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ് ലെവലുണ്ട്. ഇത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈനിൽ നമുക്കിന്ന കണ്ടൻറ്റ് വേണം, ഇന്നതാണ് ടോപ്പിക് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കണ്ടൻറ്റ് കിട്ടും. അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കണ്ടൻറ്റ് കിട്ടും. പക്ഷേ ഈ കിട്ടുന്ന ഔട്ട്പുട്ടിന് വ്യത്യാസം ഉണ്ടാവും, നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഒരു AI ടൂള് തന്നെ 100 പേർക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1000 പേർക്ക് സെയിം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് അത് പ്രോംപ്റ്റ് ചെയ്യാണ്, ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ഈ ടൈപ്പാണ് എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അവിടെയാണ് ഇതിൻ്റെ മാറ്റം വരുന്നത്.